ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള നയതന്ത്ര കരാറുകളുടെ ലംഘനവും ഇറാന്റെ ശക്തമായ നിലപാടുകളും എന്ന വിഷയം. എന്തായിരിക്കും ഇറാന്റെ നിലപാട്? നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിലെത്തി നിൽക്കുകയാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തവും ഏകോപിതവുമായ വ്യോമാക്രമണം കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് മേഖലയിലെ സമാധാനം നിലനിർത്താനായി അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെടുത്തിയ എല്ലാ നയതന്ത്ര മര്യാദകളുടെയും നഗ്നമായ ലംഘനമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിവിധ നയതന്ത്ര ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഇറാൻ ഉയർത്തിക്കാട്ടുന്ന ആ 10 സമാധാന കരാറിലെ യഥാർത്ഥ വ്യവസ്ഥകൾ താഴെ പറയുന്നവയാണ്. ഇറാൻ ഉയർത്തിക്കാട്ടുന്ന ആ 10 സമാധാന കരാറിലെ യഥാർത്ഥ വ്യവസ്ഥകൾ എന്താണ് എന്നാണ് ആദ്യം അറിയേണ്ടത്. അന്താരാഷ്ട്ര തലത്തിൽ ഗാസ ലെബനൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ചതും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്തതുമായ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. സമഗ്ര വെടിനിർത്തൽ. ഗാസയിൽ മാത്രമല്ല, ലെബനൻ അതിർത്തിയിലും ഇറാഖിലും സിറിയയിലും നിലനിൽക്കുന്ന എല്ലാ സൈനിക നീക്കങ്ങളും ഒരേ സമയം അവസാനിപ്പിക്കണം. പ്രതിരോധ ഗ്രൂപ്പുകളുടെ സുരക്ഷയാണ് രണ്ടാമത്തേത്. ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഇറാന്റെ സഖ്യകക്ഷികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ടാർഗറ്റഡ് കില്ലിംഗ്സ് അഥവാ ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുക. അധിനിവേശ സേനയുടെ പിൻവാങ്ങലാണ് മൂന്നാമത്തേത്. ലെബനൻ അതിർത്തിയിൽ നിന്നും ഗാസയിലെ നയതന്ത്ര ഇടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുക. 4. വ്യോമാതിർത്തി ലംഘനം അവസാനിപ്പിക്കുക. ലെബനന്റെയും സിറിയയുടെയും വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ചാരവൃത്തിയും ബോംബാക്രമണങ്ങളും അവസാനിപ്പിക്കുക. അടുത്തത് ഉപരോധങ്ങൾ നീക്കലാണ്. മാനുഷിക പരിഗണന മുൻനിർത്തി ഇറാന്റെയും സഖ്യരാജ്യങ്ങളുടെയും മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ അയവ് വരുത്തുക. തടവുകാരുടെ കൈമാറ്റമാണ് മറ്റൊരു വ്യവസ്ഥ. ഇരുപക്ഷങ്ങളും പിടിച്ചു വെച്ചിട്ടുള്ള തടവുകാരെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് മോചിപ്പിക്കുക. മാനുഷിക സഹായം ഉറപ്പാക്കൽ. യുദ്ധം തകർത്ത ലെബനനിലും ഗാസയിലും തടസ്സമില്ലാതെ ഭക്ഷണവും മരുന്നും എത്തിക്കാൻ ഇടനാഴികൾ തുറക്കുക. പിന്നത്തേത് പ്രാദേശിക പരമാധികാരമാണ്. അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും അവയുടെ രാഷ്ട്രീയമായ പരമാധികാരത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഒന്ന്. കപ്പൽ ഗതാഗത സുരക്ഷയാണ് മറ്റൊന്നായി പറഞ്ഞത്. ചെങ്കടലിലും ഹോർമൂസ് കടലിടുക്കിലും സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ പ്രതിരോധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നിർദ്ദേശം നൽകുക. അതായത് ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ മാത്രമെന്ന പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. മധ്യസ്ഥ ചർച്ചകൾക്കുള്ള കാര്യങ്ങളെ കുറിച്ച് വരുമ്പോൾ ഭാവിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ സ്ഥിരമായ ഒരു നയതന്ത്ര വേദി രൂപീകരിക്കുക. ഇവയൊക്കെയായിരുന്നു ഈ പറയുന്ന 10 കരാർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ലംഘനമാണ് എന്ന് ഇറാൻ പറയുന്നത്? ഈ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ മാത്രമേ മേഖലയിൽ സമാധാനം പുലരൂ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ബെയ്റൂട്ടിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലൂടെ ഈ കരാറിന്റെ 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും വ്യവസ്ഥകൾ ഇസ്രായേൽ പൂർണ്ണമായും നഗ്നമായും ലംഘിച്ചു എന്ന് ഉറപ്പാണ്. ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെയും ആസ്ഥാനങ്ങളെയും തകർത്തതിലൂടെ പ്രതിരോധ ഗ്രൂപ്പുകളെ ആക്രമിക്കരുത് എന്ന അടിസ്ഥാന തത്വം തന്നെ ഇല്ലാതായിരിക്കുന്നു. ലെബനൻ കരാറിൽ ഇല്ലെന്ന അമേരിക്കയുടെ വാദം ഈ 10 കരാറിലെ സമഗ്ര വെടിനിർത്തൽ എന്ന ആദ്യ വ്യവസ്ഥയെ തന്നെ അപ്രസക്തമാക്കുന്നതാണ്. ഇതാണ് ഇറാന്റെ വാദം ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേൽ ബോംബുകൾ വർഷിക്കുന്നത് നയതന്ത്രപരമായ വഞ്ചനയാണ്. സ്ഥിരമായി നമ്മൾ കാണുന്ന ശൈലിയും രീതിയും ഇതുതന്നെയാണ്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ രൂപപ്പെട്ട സമാധാന കരാറിലെ ഏറ്റവും പ്രധാനമായ വ്യവസ്ഥ എന്തായിരുന്നു? മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകളെ അഥവാ പ്രതിരോധ സംഘടനകളെ ആക്രമിക്കരുത് എന്ന നിബന്ധന. ഇസ്രായേൽ ഇത് കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ച ഈ പരാതിക്ക് പിന്നിൽ കൃത്യമായ നയതന്ത്ര കാരണങ്ങളുമുണ്ട്. സമാധാനം നിലനിർത്തുന്നതിനായി ഇറാനും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികളും തമ്മിൽ ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് നേരെ ഏകപക്ഷീയമായ സൈനിക നീക്കം ഉണ്ടാവില്ല എന്ന ഉറപ്പിന്മേലാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ കടന്നാക്രമണം ആ ഉറപ്പിനെ പൂർണ്ണമായും തകർക്കുന്നതാണ്. കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇറാൻ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി തയ്യാറാക്കിയ രേഖയിൽ ഗാസ മുതൽ ലെബനൻ വരെയുള്ള എല്ലാ പോരാട്ട ഭൂമികളിലും സമാധാനം പുലരണമെന്നും ഒരു വശത്ത് സൈനിക നീക്കം നിർത്തിവെക്കുമ്പോൾ മറുവശത്ത് പ്രതിരോധ ഗ്രൂപ്പുകളെ പ്രകോപിപ്പിക്കില്ല എന്ന വ്യവസ്ഥയും ചെയ്തിരുന്നു. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ തങ്ങളുടെ പോരാട്ടത്തിന്റെ തീവ്രത കുറച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ബെയ്റൂട്ട് ആക്രമണം ഈ ധാരണകളെല്ലാം തകർക്കുന്നുവെന്നാണ് ഇറാന്റെ വാദം. കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുമെന്നും മേഖലയെ സംരക്ഷിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ നേരിട്ട് രംഗത്തിറങ്ങുമെന്നുമുള്ള മുന്നറിയിപ്പ്
അതീവ ഗൗരവത്തോടെയാണ് ലോകം ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇറാന്റെ സുരക്ഷാ താൽപര്യങ്ങളെയും അവരുടെ സഖ്യകക്ഷികളെയും ലക്ഷ്യം വെക്കുന്നത് കരാറിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ് എന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയതന്ത്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കരാറിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന വിചിത്രവാദമാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. ഗാസയിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ധാരണകൾ ലെബനനിന് ബാധകമല്ല എന്ന് സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അത് കരാറിലെ സുപ്രധാനമായ മേഖലാ സമാധാനം എന്ന ലക്ഷ്യത്തിന് തന്നെ തിരിച്ചടിയാവുകയാണ്. ഇസ്രായേലിന് തങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ അവകാശമുണ്ട് എന്ന അമേരിക്കയുടെ നിലപാട് വാസ്തവത്തിൽ കരാറിലെ വ്യവസ്ഥകൾ അപ്രസക്തമാക്കുകയാണ്. എന്നാൽ ഇറാൻ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നതാണ് സത്യം. പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് കരാറിന്റെ അടിത്തറയായിരുന്നുവെന്നും ഹിസ്ബുള്ളയെ പോലുള്ള ഗ്രൂപ്പുകൾ ആ കരാറിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നും ഇറാൻ അടിവരയിട്ട് പറയുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കരാറിനെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നത് നയതന്ത്രപരമായ വഞ്ചനയെന്നാണ് ഇറാന്റെ പക്ഷം. അത് വാസ്തവം തന്നെയല്ലേ? ഈ പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയന്ത്രണങ്ങൾ വൻ ശക്തികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായ ഹോർമൂസ് നിയന്ത്രണം കടുപ്പിക്കുന്നതിലൂടെ കരാർ ലംഘിക്കുന്നവർക്ക് സാമ്പത്തികമായി വലിയ പ്രഹരം ഏൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിക്കുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിലൂടെ കരാർ ലംഘിക്കുമ്പോൾ മറുവശത്ത് അതിന്റെ പ്രത്യാഘാതം ആഗോള കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വളരുകയാണ്. കരാറിലെ വ്യവസ്ഥകൾ പാലിച്ച് ഇസ്രായേൽ പിന്മാറാത്ത പക്ഷം മേഖലയിലെ മുഴുവൻ പ്രതിരോധ ഗ്രൂപ്പുകളും ഒന്നിച്ചു ചേർന്ന് വലിയൊരു പ്രത്യാക്രമണത്തിന് മുതിരുമെന്ന സൂചനയും ഇറാൻ നൽകുന്നുണ്ട്. ലെബനനിലെ ഓരോ സ്ഫോടനവും സമാധാന കരാറിലെ ഓരോ താളുകൾ കീറിക്കളയുന്ന തുല്യമാണ് എന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനും അവർക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്ക് മാത്രമാണ് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ നീക്കങ്ങൾ ഒരു വൻ യുദ്ധത്തിന്റെ ഭീതിദായകമായ നിഴലിലാണ് ലോകത്തെ നിർത്തിയിരിക്കുന്നത്. ബെയ്റൂട്ടിലെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകൾ മൂലം ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ മുൻനിർത്തിയുള്ള വിപുലമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഈ അപകടകരമായ യുദ്ധക്കളി കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം വിനാശകരമായ ഒരു ആഗോള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. സമാധാന കരാറുകൾ നിലനിൽക്കെ തന്നെ ഇറാൻ അനുകൂല പ്രതിരോധ ഗ്രൂപ്പുകളെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലംഘിച്ചുകൊണ്ട് ബെയ്റൂട്ടിൽ നടത്തിയ ഈ ക്രൂരമായ ആക്രമണം അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥതയുടെ തന്നെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. വൻ ശക്തികൾ ഒപ്പിട്ട കരാറുകൾ യാതൊരു വിലയുമില്ല എന്ന് വരുന്നതോടെ ലോകത്തെ മറ്റു രാജ്യങ്ങളും തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലരാണ്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ഈ ഏകപക്ഷീയ സൈനിക നീക്കങ്ങൾ മൂലം വരും നാളുകളിൽ ലോകം അനുഭവിക്കാൻ പോകുന്നത് വലിയ ഭവിഷ്യത്തുകൾ എന്നതാണ് സത്യം. ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിലാണ്. ഇസ്രായേലിന്റെ കരാർ ലംഘനത്തിന് മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാൻ ശേഷിയുള്ളതാണ്. ലോകത്തിലെ എണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാന സിരയായ ഹോർമൂസ് തടസ്സപ്പെടുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ ഭീമമായ വിലക്കയറ്റത്തിന് വഴിതെളിക്കും. ഗതാഗത ചിലവുകൾ വർദ്ധിക്കുന്നത് മുതൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമായി ഉയരുന്നത് വരെ സാധാരണക്കാരന്റെ ജീവിതത്തെ ഇത് ദുസ്സഹമാക്കും. അമേരിക്കയുടെ യുദ്ധക്കൊതി മൂലം ലോകത്തെ ദശകോടിക്കണക്കിന് ആളുകളാണ് സാമ്പത്തിക പട്ടിണിയിലേക്കും പണപ്പെരുപ്പത്തിലേക്കും വലിച്ചെറിയപ്പെടാൻ പോകുന്നത്. മാത്രമല്ല, ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വ്യാപിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. യൂറോപ്പും ഏഷ്യയും ഉൾപ്പെടെയുള്ള വൻകരകൾ ഈ യുദ്ധത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ഈ കടന്നാക്രമണം മറ്റ് അറബ് രാജ്യങ്ങളെയും ഇറാൻ അനുകൂല ശക്തികളെയും ഒന്നിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു വശത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ ശക്തികളും മറുവശത്ത് ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിരയും നേർക്കുനേർ വരുമ്പോൾ ലോകം രണ്ട് ചേരിയായി തിരിയുമെന്നതിൽ തർക്കമില്ല. ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമായേക്കാം ഈ ഒരു കാര്യം. കോടിക്കണക്കിന് ആളുകൾ യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം യൂറോപ്പിന്റെയും മറ്റ് അയൽ രാജ്യങ്ങളുടെയും സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ തകിടം മറിക്കുന്നതാണ്. നയതന്ത്രപരമായ വിശ്വാസ്യതയുടെ തകർച്ചയാണ് മറ്റൊരു വലിയ ഭവിഷ്യത്ത്. ഒരു കരാറിൽ ഒപ്പിട്ട ശേഷം അതിലെ വ്യവസ്ഥകൾ ഓരോന്നായി ലംഘിക്കുകയും ലെബനൻ കരാറിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്ന അമേരിക്കയുടെ രീതി അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകളുടെ പ്രസക്തിയിൽ തന്നെ ഇല്ലാതാക്കുകയാണ്. ഇസ്രായേലിന്റെ അധിനിവേശ മോഹങ്ങൾക്ക് അമേരിക്ക നൽകുന്ന ഈ പരസ്യമായ പിന്തുണ ആഗോളതലത്തിൽ ഭീകരവാദം, അരാജകത്വം വർദ്ധിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ. സുരക്ഷിതമായ ഒരു ലോകമെന്ന സ്വപ്നത്തെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യൻ മണ്ണിൽ കുഴിച്ചു മൂടുന്നത്. ഈ യുദ്ധക്കൊതി മൂലം ലോകം ഇനി കാണാൻ പോകുന്നത് കനത്ത സാമ്പത്തിക മാന്ദ്യവും
ലക്ഷക്കണക്കിന് പേരുടെ ചോര വീണ തെരുവുകളും തലമുറകൾ നീണ്ടു നിൽക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയവുമായിരിക്കും. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ വാശിയും അഹങ്കാരവും ഉപേക്ഷിച്ച് കരാറുകൾ പാലിക്കാൻ തയ്യാറായില്ല എങ്കിൽ ലോകം വൻ ദുരന്തത്തിലേക്ക് വീഴുമെന്ന് ഉറപ്പാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിടുന്നുവെന്ന് അവകാശപ്പെടുന്ന ലോകശക്തികൾ ഇന്ന് പശ്ചിമേഷ്യയെ ഒരു ശ്മശാനമാക്കി മാറ്റാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് അമേരിക്ക ഈ യുദ്ധം നയിക്കുന്നത്? ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം അവർ പ്രതിസന്ധിയിലാക്കുന്നത്? ലെബനനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളിയേക്കാൾ വലുതാണോ വാഷിംഗ്ടണിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ? ലോകത്തിന്റെ ഏത് കോണിൽ ചോര വീണാലും അവിടെയൊക്കെ അമേരിക്കയുടെ കയ്യൊപ്പുണ്ടാകുമെന്ന അവസ്ഥയാണ് ഇന്ന് ബെയ്റൂട്ടിൽ ഇസ്രായേൽ വർഷിക്കുന്ന ഓരോ ബോംബിലും തെളിയുന്നത് സമാധാനമല്ല, മറിച്ച് ലോകരാജ്യങ്ങളുടെ തലയിൽ നിരങ്ങാനുള്ള അധികാര ഗർവ് മാത്രമാണ്. ലെബനൻ കരാറിൽ ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്ന അമേരിക്കൻ ഭരണകൂടത്തോട് ലോകത്തിന് ഒന്നേ ചോദിക്കാനുള്ളൂ: മനുഷ്യജീവനുകൾക്ക് നിങ്ങൾ വിലയിട്ടിരിക്കുന്നത് വെറും കടലാസ് കഷ്ണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? ഇന്നലെ ഗാസ, ഇന്ന് ലെബനൻ, നാളെ ആര്? ഇസ്രായേലിന്റെ യുദ്ധഭ്രാന്തിന് കുടപിടിച്ചു കൂടെ നിൽക്കുന്നതിലൂടെ അമേരിക്ക വാസ്തവത്തിൽ ലോകത്തിന്റെ നട്ടെല്ലൊടിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതും എണ്ണവില കുതിച്ചുയരുന്നതും മൂലം സാധാരണക്കാർ പട്ടിണിയിലാകുമ്പോൾ വൈറ്റ് ഹൗസിലിരുന്ന ഇവർ യുദ്ധത്തിന്റെ കണക്കുകൾ കൂട്ടുകയാണ്. സ്വന്തം രാജ്യത്തെ ആയുധ കച്ചവടം പൊടിപൊടിപ്പിക്കാൻ വേണ്ടി ഒരു ജനതയെ മുഴുവൻ വെണ്ണീറിലാക്കുന്ന ഈ രീതിക്ക് പിന്നിൽ എന്ത് മാനുഷിക മൂല്യമാണുള്ളത്? ഇവിടെ എന്ത് ലോക സമാധാനമാണ് അമേരിക്ക നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നയതന്ത്രം എന്ന പേരിൽ അവർ നടത്തുന്ന ഇരട്ടത്താപ്പ് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കരാറിൽ ഒപ്പിടുമ്പോൾ ഒരു മുഖവും യുദ്ധക്കളത്തിൽ മറ്റൊരു മുഖവും കാണിക്കുന്ന അമേരിക്കൻ നയം ലോകരാജ്യങ്ങളെ വലിയൊരു ഗർത്തത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ എന്ന് അഭിനയിക്കുകയും മറുവശത്ത് ഇസ്രായേലിന് മാരകമായ ബോംബുകൾ കയറ്റി അയക്കുകയും ചെയ്യുന്ന ഈ വഞ്ചനയുടെ ഇരകൾ നിരപരാധികളായ സാധാരണക്കാരാണ്. അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ വിറപ്പിക്കാമെന്ന് കരുതുന്നവർ ഒന്നോർത്താൽ നല്ലത്: ചരിത്രം നിങ്ങളെ സമാധാന പാലകരെന്നല്ല, മറിച്ച് ലോക സമാധാനത്തിന്റെ ഘാതകരായിട്ടായിരിക്കും രേഖപ്പെടുത്തുക. അടങ്ങാത്ത യുദ്ധക്കൊതിയുമായി ലോകത്തിന്റെ നെറുകയിൽ കയറാൻ ശ്രമിക്കുന്ന ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് തിരിച്ചടി നൽകാൻ കാലം കാത്തുനിൽക്കുന്നുണ്ട്. മനുഷ്യജീവനുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഈ യുദ്ധവേറി പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മഹാദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. ഈ രക്തച്ചൊരിച്ചിൽ കൊണ്ട് കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങൾക്ക് അധികം കാലം ആയുസ്സുണ്ടാവില്ല. ഇറാന്റെയും അവരുടെ പ്രതിരോധ നിരയുടെയും പോരാട്ട വീര്യത്തെയും ആത്മബലത്തെയും ഉയർത്തിക്കാട്ടുന്ന ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് മുന്നിൽ തളരാത്ത ഒരു ജനതയെ അടയാളപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നത് അവർ വിസ്മരിച്ചു പോകുന്നു. ആയുധബലം കൊണ്ട് ഒരു ജനതയെ കീഴടക്കാമെന്ന് കരുതുന്നവർ പശ്ചിമേഷ്യയുടെ ചരിത്രം മറന്നു പോവുകയാണ്. ബോംബുകൾക്കും മിസൈലുകൾക്കും തകർക്കാൻ കഴിയാത്തത് ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെയാണ്. മരണത്തെ ഭയമില്ലാത്തവർക്ക് മുന്നിൽ രക്തസാക്ഷിത്വം ഒരു വീരമൃത്യുവായി കാണുന്നവർക്ക് മുന്നിൽ ഇസ്രായേലിന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തോറ്റുപോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെബനനിലും ഫലസ്തീനിലും ഇസ്രായേൽ വർഷിക്കുന്ന ഓരോ ബോംബും ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിന് ഇന്ധനം പകരുകയാണ് ചെയ്യുന്നത്. മരണം ഒരു അവസാനമല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയെ ഏത് സൈന്യത്തിനാണ് തോൽപ്പിക്കാൻ കഴിയുക? ആർക്കാണ് കീഴടക്കാൻ കഴിയുക? ഇസ്രായേലിന്റെ അഹങ്കാരത്തിനു മേൽ തിരിച്ചടി നൽകുന്ന ഇറാനും അവരുടെ പ്രതിരോധ ഗ്രൂപ്പുകളും ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്: മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് മുന്നിൽ ആയുധങ്ങൾ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. അമേരിക്ക നൽകുന്ന ബോംബുകൾക്കും സാങ്കേതിക വിദ്യകൾക്കും ഒരു പരിധിയുണ്ട്. എന്നാൽ നീതിക്ക് വേണ്ടി പോരാടുന്നവരുടെ മനക്കരുത്തിന് അതിരുകളും പരിധികളും ഇല്ല എന്നത് ഓർത്താൽ നന്ന്. ഒരു നേതാവ് വീഴുമ്പോൾ 1000 നേതാക്കൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രക്തസാക്ഷിത്വം 10,000 പോരാളികളെ സൃഷ്ടിക്കുന്ന ഒരു മണ്ണിൽ എത്ര നാൾ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാനാകും? യുദ്ധക്കളത്തിൽ നിങ്ങൾ വിതയ്ക്കുന്നത് മരണമാണ് എങ്കിൽ അവർ കൊയ്യുന്നത് വീരഗാഥകളാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തീർത്ത പ്രതിരോധ കോട്ടകൾ കാണിക്കുന്നത് തങ്ങളെ വിരട്ടാൻ നോക്കുന്നവർക്ക് ഇറാന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് തന്നെയാണ്. ഇസ്രായേലിന്റെ ഓരോ സൈനിക നീക്കവും വാസ്തവത്തിൽ അവരുടെ പരാജയത്തിന്റെ ആക്കം കൂട്ടുകയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല എന്ന് ബെയ്റൂട്ടിലെ തെരുവുകൾ വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോഴും. അമേരിക്കയുടെ പിന്തുണയോടെ നടത്തുന്ന ഈ അധിനിവേശം അവസാനത്തെ ആണിയും അടിക്കുന്നത് സ്വന്തം പെട്ടിക്ക് തന്നെയാണ്. കാരണം മരണം പോലും ഒരു വിജയമായി കാണുന്ന ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഇന്നുവരെ ഒരു ആയുധവും കണ്ടുപിടിച്ചിട്ടില്ല എന്നത് തന്നെ. ഭയമില്ലാത്ത കണ്ണുകളുമായി ശത്രുവിനെ നേരിടുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ഇസ്രായേൽ തകർച്ച എത്ര നാൾ വൈകുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങൾ പോരാളികളുടെ ചടുലമായ നീക്കങ്ങൾക്ക് മുന്നിൽ തകർന്നടിയുക തന്നെ ചെയ്യും.